ഇന്ത്യയെ മാറ്റി കൊറിയ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൊറിയ എന്നെ ചതിച്ചു ഗൈസ്. ഇതിനേക്കാളും ഭേദം ഹിപ്പിയും മാഗിയും തന്നെയായിരുന്നു. അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 ടൈപ്പ് പാക്കറ്റായിരുന്നു അതിലുണ്ടായിരുന്നത്. ഒന്നിലത് മിക്സ് ചെയ്യേണ്ട ഓയിലും പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഗാർലിക് പൗഡർ മിക്സ് ചെയ്ത ഒരു പൗഡറായിരുന്നു തോന്നുന്നു. ഏറ്റവും ലാസ്റ്റ് എന്തൊക്കെയോ ടൈപ്പ് ഇലകളായിരുന്നു. അത് സ്മെല്ല് ചെയ്തപ്പോൾ ഓരോ ടൈപ്പ് ഇലകളും പിന്നെ അറിയാത്ത മണങ്ങളും. അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാഗി അതിലേക്ക് തട്ടി. അങ്ങനെ ഞാനത് മിക്സും ചെയ്ത് കൊടുത്തു. സാധാരണ നമുക്ക് കിട്ടുന്ന ഇന്ത്യൻ മാഗി പോലെയൊന്നും ആയിരുന്നില്ല അത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മാഗിയുടെ സൈസൊക്കെ വലുതായിരുന്നു. അങ്ങനെ അതിലെ വെള്ളമൊക്കെ മാറ്റിയൊരു ബൗളിലേക്ക് അത് തട്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 പാക്കറ്റ്. ഫസ്റ്റ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് പൗഡറാണ്. അത് ഫുൾ അതിലേക്ക് തട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് അതിൽ ആഡ് ചെയ്തത് ഓയിലാണ്. പൊതുവേ അതിൻ്റെ മണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടും പിന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ടും ഞാനത് അധികം തട്ടിയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെയോ ചെടിയുടെ ഏതൊക്കെയോ ഇലകൾ. അതും നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളൊന്നും ഞാൻ തട്ടിയില്ല, ബാക്കി അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷയോടെ ഞാൻ നല്ല ബൗളിലേക്കൊക്കെ ആക്കി നല്ല വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് മൂവി ഓൺ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ 50 വെറുതെ വെള്ളത്തിലിട്ട പോലെയായിരുന്നു മനസ്സിലായത്. ഇതൊരു വകക്ക് കൊള്ളൂല. പൂച്ചസാറിന് വരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊടുക്കത്തെ എരിവായിരുന്നു. അങ്ങനെ അത് മതിയാക്കി ലാസ്റ്റ് ഇതിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു.